ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ബീച്ച് കാണാനാണ് പോകുന്നത് കേട്ടോ. നമ്മളടുത്തുള്ള പെരുമ്പരം ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയോണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 3 മണിക്ക് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. കാരണം നല്ല വെയിലായതുകൊണ്ട് തന്നെ 3 മണിക്ക് ശേഷമാണ് ഇറങ്ങിയത്. ഈ വീഡിയോ കുറച്ച് മുന്നെടുത്ത വീഡിയോ ഉണ്ട്, ഇപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ ബീച്ചിലൊക്കെ എത്തി. അവിടെ ഏട്ടൻ്റെ ഫ്രണ്ട്സും അതുപോലെ അവരെ വൈഫും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവരായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് ഞങ്ങൾ പിന്നെ ഉണ്ണിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ ഏട്ടൻ ചോദിക്കുന്നത് എനിക്ക് വേണമെന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് വേണ്ടെന്ന്, കാരണം കനി ഫുള്ളായിട്ട് കഴിക്കാത്തതുകൊണ്ട് ഞാനത് ഒരെണ്ണം തന്നെ വാങ്ങിച്ചോളൂ, വെറുതെ നാശാക്കി കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട്. ഏട്ടൻ ഒരു കടല വാങ്ങി, പിന്നെ ഉണ്ണിക്ക് ഒരു പമ്പരമൊക്കെ വാങ്ങി, അതായിട്ട് ആൾ കളിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വെള്ളത്തിൽ കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വാശി. അപ്പോൾ അവൾ ഷൂ ഒക്കെ ഊരി ഞാനും കനിയും ഒന്ന് വെള്ളത്തിലൊക്കെ നനയ്ക്കാമെന്ന് കരുതി അതുവരെ ഒന്ന് പോയി. ആൾക്ക് വെള്ളത്തിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ തിര അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടതൊക്കെ അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആളതിൻ്റെ ഇടയ്ക്ക് അച്ഛനോട് വരാൻ പറയണ്ട, അച്ഛൻ അവിടെ നിന്ന് വീഡിയോ എടുക്കല്ലേ, അടുത്തേക്ക് വായോ നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ മണ്ണിലൊക്കെ ചവിട്ടി അവൾ പിന്നെ കാല് കഴുകാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ മണ്ണിൽ ചവിട്ടി കാല് കഴുകാനൊക്കെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ ആളെ ഒന്ന് നല്ല ഇഷ്ടമായിരിക്കും, നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് ആൾ. ഡാൻസ് കളിക്കുക. അപ്പോൾ ഹെയർബൊക്കെ ഊരി തൂറ്റി കളയുന്നുണ്ട്, അത് ഞാൻ വെച്ച് കൊടുത്തിട്ടൊക്കെ സുന്ദരിയാക്കുന്നുണ്ട്. അപ്പോഴാണ് നല്ലൊരു തിര വന്നത്. അമ്മയെ എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അവൾ ഇങ്ങനെ കരയുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കാര്യം പിന്നെ അവളെ എടുത്തിട്ടാണ് ഞാൻ പിന്നെ ഇത് കണ്ടത്. അപ്പോൾ ഏട്ടൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കടലൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ പാർക്കിലേക്ക് പോയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ നല്ല അടിപൊളി പാർക്കുണ്ട്, കുറേ റൈഡുകളൊക്കെ ഉണ്ട്. കുഞ്ഞുങ്ങളായിട്ടൊക്കെ വന്ന അടിപൊളിയാണ്. അപ്പോൾ കനീനെ അങ്ങോട്ട് കൊണ്ടുപോയി ആദ്യം തന്നെ ഒരു റൈഡും ഇരുത്തി. അപ്പോൾ അവൾക്ക് വേറെ കയറുന്നതിട്ട് അവിടെ ആനേനെ കണ്ടു. അപ്പോൾ ഏട്ടൻ അതുമ്പോൾ കയറിയിട്ട് അവൾ ഇരുത്തി. ഭയങ്കര ഇഷ്ടമായി ആനക്കുട്ടനെ. അത് കഴിഞ്ഞ് സ്റ്റോപ്പും അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഉണ്ണി അതിലൊക്കെ ഓടി ചാടി കളിക്കുന്നുണ്ട്. കനി ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഒരുപാട് റൈഡുകളും ടോയ്സൊക്കെ ഉള്ളതുകൊണ്ട് അവൾ നല്ല ഹാപ്പിയാണ്. പിന്നെ ഈ ഒരു റൈഡിൽ കയറി, അതുപോലെ പിന്നെ കാർ ഓടിക്കണം എന്നുണ്ട്, കാറിലൊക്കെ കയറി കുറേ നേരം അവൾ കളിച്ചിട്ടാണ്. മറ്റുള്ള കുട്ടികൾ എന്താണോ കളിക്കുന്നത് അതിലേക്കൊക്കെ അവൾ പോകണം. അപ്പോൾ ഒരു 5 മിനിറ്റ് എല്ലാത്തിലിരുന്ന് 5 മിനിറ്റിൽ ഒരു 2 മിനിറ്റ് ആകുമ്പോൾ ഇരിക്കും, വേഗം തന്നെ ഇറങ്ങി വേറെ സ്ഥലത്തേക്ക് ഓടും. അത് കഴിഞ്ഞ് അവിടെ ഒക്കെ ഓടി നടക്കും. കാരണം പൂഴി ആയതുകൊണ്ട് തന്നെ വീണാൽ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞങ്ങളും വിട്ടുകൊടുത്ത്. അപ്പോൾ നന്നായി എൻജോയ് ഉണ്ട്. അപ്പോൾ നൈസായിട്ടൊന്ന് വീഴാൻ പോയി. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലൊരു റൈഡ് ഉണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ അവൾ സ്വയം കയറിയതാണ്, ആരും പിടിച്ചു കൊടുത്തിട്ടില്ല, ഒറ്റയ്ക്ക് തന്നെ കയറി. അത് അവിടെ സൈക്കിളും ഒരുപാട് റൈഡുകളൊക്കെ. അപ്പോൾ അതിലൊക്കെ അവൾ ഓടി കളിക്കുന്നുണ്ട്. അവൾ നന്നായി ഹാപ്പിയാണ് ആൾ. അപ്പോൾ അതുപോലെ കൂടെ നിന്ന് ഏട്ടൻ കളിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിലും ഏട്ടൻ ഓരോന്നിനും കയറ്റി കൊടുത്ത് നന്നായി ഉണ്ണീനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഇരുട്ടായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഊഞ്ഞാലാടി കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഒരു തട്ടുകടയിൽ കയറി ചായയും അതുപോലെ പലഹാരമൊക്കെ കഴിച്ച് കനിക്കും കൊടുത്ത് ഞങ്ങൾ വേഗം തന്നെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.